മ്യാൻമറിൽ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 1644 3408 പേർക്ക് പരിക്കേറ്റു. 139 പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് 2 വിമാനങ്ങൾ കൂടി മ്യാൻമറിലെത്തി. മ്യാൻമാറിൽ ഭൂകമ്പം നടന്ന 3-ാം ദിവസവും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. തെരച്ചിലിനായി 3D മാപ്പിംഗ് സംവിധാനങ്ങളും റോബോട്ടുകളും പ്രത്യേക ക്യാമറകളും അടക്കം ഉപയോഗിച്ചാണ് പരിശോധന. എന്നാൽ റോഡുകളും പാലങ്ങളും തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. മ്യാൻമാറിന്റെ സഹായവുമായി ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മയുടെ പ്രവർത്തനവും പുരോഗമിക്കുകയാണ്. 15 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും 80 അംഗ NDRF സംഘവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകും. ആഗ്രയിൽ നിന്ന് കരസേനയുടെ ഫീൽഡ് ആശുപത്രി സംഘവും മ്യാൻമാറിലെത്തും. കൂടാതെ മ്യാൻമാറിലെ 16,000 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തെരച്ചിൽ പുരോഗമിക്കുന്നതിനാൽ മരണനിരക്ക് ഉയരാനാണ് സാധ്യത. വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:50ഓടെയാണ് ഭൂചലനമുണ്ടായത്. 6.8 തീവ്രത രേഖപ്പെടുത്തിയതുൾപ്പെടെ 6 തുടർചലനങ്ങളുമുണ്ടായി. മ്യാൻമാറിലെ 2ാമത്തെ വലിയ നഗരമായ മാൻഡലിയിലാണ് ഭൂകമ്പം കനത്ത നാശം വിതച്ചത്. നിലവിൽ ജാഗ്രത തുടരണമെന്നും വരും ദിവസങ്ങളിലും തുടർചലനങ്ങൾ ഉണ്ടാകാമെന്നുമാണ് ജിയോളജിക്കൽ സർവേയുടെ മുന്നറിയിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.